ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള സാറ്റിസ്ഫൈങ് ദ ഗിവൺ കണ്ടീഷൻസ്. വെർട്ടീസസ് 0, ±5, 4k 0, ±8. എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം തന്നെ റഫായിട്ടൊന്ന് വരയ്ക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. വെർട്ടീസസ് എവിടെയാണ്? 0, ±5. വൈ ആക്സിസിലാണത്. 0, ±5 എവിടെയാണ് വരുന്നത്? വൈ ആക്സിസിൽ. വെർട്ടീസസ് വൈ ആക്സിസിൽ വരണമെങ്കിൽ ഇങ്ങനെയായിരിക്കണം ഹൈപ്പർബോള വരേണ്ടത് അല്ലേ? ഇങ്ങനെ വരുമ്പോഴല്ലേ ഹൈപ്പർബോളയുടെ വെർട്ടീസസ് വൈ ആക്സിസിലാവുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ ഒരു വെർട്ടെക്സ് 0, 5ഉം മറ്റേ വെർട്ടെക്സ് 0, -5 ആയി. അപ്പോൾ ഹൈപ്പർബോള സെക്കൻഡ് ടൈപ്പാണ്. ശരിയല്ലേ? ഇത് സെക്കൻഡ് ടൈപ്പ് ഹൈപ്പർബോളയാണ്. ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, ബൈ ഹാർട്ടാക്കിയിട്ടുണ്ടല്ലോ. y² - x²b² 1. ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഹൈപ്പർബോള ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ a² b² കാണാനുണ്ട് അല്ലേ? നമുക്കറിയാം വെർട്ടീസസ് at ±a ആണ്. നമ്മൾ ബൈ ഹാർട്ടാണ്. +or-aയുടെ സ്ഥാനത്ത് +or-5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് a 5 കിട്ടി. അഥവാ a² 25. ഇനി 4k at +or-c ആണ് നമ്മൾ ബൈ ഹാർട്ടാക്കിയിട്ടുണ്ട്. +or-cയുടെ സ്ഥാനത്ത് +or-8. +or-cയുടെ സ്ഥാനത്ത് +or-8. അപ്പോൾ c 8 കിട്ടി. സി കാണാനുള്ള ഫോർമുല അറിയാമോ? ഹൈപ്പർബോളയാണ്. √a² + b² ഈസ് ഈക്വൽ ടു 8. അതായത് √a² എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇവിടെ a² വരെ 25 എഴുതാം. b² അറിയില്ല. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റൂട്ട് പോയിട്ട് 25 + b² കിട്ടും. റൈറ്റ് സൈഡിൽ 64 വരും. നമുക്കപ്പോൾ b² അടുത്ത സ്റ്റെപ്പിൽ കിട്ടും അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടും? b² കിട്ടും. b² എന്ത് വരും? 64 - 25. അതെത്രയാ? 39 അല്ലേ? അതെ, 39 ആണ്. സോ a² കിട്ടി, b² കിട്ടി. ഹൈപ്പർബോള ശ്രദ്ധിക്കണം. y² / a² - x² / b² 1. y² / 25 - x² / 39 ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഹൈപ്പർബോള.